ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് ചൊരിഞ്ഞു തന്നു. അതിന് നിലനിർത്തേണ്ട ശുക്റാണ് നിസ്കാരം. അത് ഫസ്വല്ലി ലിറബ്ബിക, റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കണം. അവിടെ റബ്ബിന് വേണ്ടി നിസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട ഖുർആൻ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു, ലിറബ്ബിക എന്ന് അല്ലാഹു തആല ഈ സൂറത്തിൽ പറഞ്ഞത് റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം. അല്ലാത്ത നിസ്കാരം ഉണ്ടോ? റബ്ബിന് വേണ്ടി അല്ലാത്ത നിസ്കാരം ഉണ്ട്. അല്ലാത്ത നിസ്കാരമുണ്ട്. ഷർത്തും ഫർളും സുന്നത്തൊന്നും നേർക്ക് വെക്കാത്ത നിസ്കാരം അതാർക്കോ വേണ്ടിയുള്ള നിസ്കാരമാണ്. റബ്ബിന് വേണ്ടിയാകണം നിസ്കാരം. നല്ല ശ്രദ്ധയോടുകൂടി നിസ്കരിക്കണം നിസ്കാരം. നിസ്കാരം സഹോദരങ്ങളെ കടമ നിർവഹിക്കാൻ വേണ്ടി മാത്രമാകരുത്. നിസ്കരിച്ചു എന്ന് മറ്റൊരാൾ പറയാൻ വേണ്ടിയുള്ള നിസ്കാരമാകരുത്. നിസ്കാരത്തിലാണ് ഏറ്റവും അധികം ശ്രദ്ധ വേണ്ടത്, സൂക്ഷ്മത വേണ്ടത്. നിസ്കരിക്കുന്നവൻ ആദ്യമായി റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കുന്ന ആള്. ആ നിസ്കാരത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടാകുന്ന വുളൂ അത് വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ തന്നെ പാലിക്കണം. വുളൂഇൽ അബദ്ധം വന്ന് ചേരരുത്. വുളൂ ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവോ? ഇല്ല, അതെല്ലാവർക്കും അറിയാം. വുളൂ ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷെ ശരിയായ രൂപത്തിലും ഭാവത്തിലും വുളൂ എടുക്കാൻ അറിയണം. അതെപ്പോഴും അറിയണം. നിയ്യത്ത് വെക്കേണ്ട തുടക്കം മോനെ, വുളൂവിന് എപ്പോഴാ നിയ്യത്ത് തുടങ്ങണ്ടേ? മുഖം കഴുകുമ്പോ അല്ല, കൈ കഴുകുമ്പോഴും അല്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുമ്പോൾ തുടക്കത്തിലല്ലേ ദിക്ർ? തുടക്കത്തിലുള്ള ദിക്ർ എന്താ? അഊദും ബിസ്മിയും ചൊല്ലിയിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നല്ലേ? അപ്പൊ അഊദും ബിസ്മിയാണ് തുടക്കത്തിൽ. അത് ചൊല്ലുമ്പോ മനസ്സിൽ നിയ്യത്ത് വേണം, വുളൂവിന്റെ സുന്നത്താണ്. വുളൂവിന്റെ സുന്നത്ത് ഞാൻ നിർവഹിക്കുന്നു എന്നുള്ള നിയ്യത്ത് മനസ്സുകൊണ്ട് പറയാ. മനസ്സുകൊണ്ട് പറയാ നിയ്യത്ത്, മനസ്സിൽ കരുതുക. അഊദും ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട് ദിക്റും ചൊല്ലിയിട്ട് വുളൂ എടുക്കുക. മുൻകൈ കഴുകുമ്പോഴൊക്കെ ആ ദിക്ർ, ആ സുന്നത്ത്, ആ നിയ്യത്ത് നമ്മുടെ മനസ്സിൽ നിലനിൽക്കണം. വുളൂഇന്റെ സുന്നത്ത് നിർവഹിക്കുന്നു. കുപ്ലിക്കുന്ന സമയത്തും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന സമയത്തും കുപ്ലിക്കുന്നതിന്റെ മുമ്പുള്ള മിസ്വാക്കിന്റെ സമയത്തും ഒക്കെ ആ നിയ്യത്ത് വേണം, സുന്നത്തിന്റെ നിയ്യത്ത്. ഒരാളിങ്ങനെ അഊദും ബിസ്മിയും ചൊല്ലി കയ്യും കഴുകി കൊപ്പിളിച്ചു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി, നിയ്യത്ത് ആരംഭിക്കുന്നത് ഈ മുഖം കഴുകുമ്പോഴാണ്, ഫർളായ നിയ്യത്ത്. എന്നാൽ അതുമുതലേ കാര്യമായിട്ട് വുളൂവിന്റെ പരിഗണന ഉണ്ടാകുള്ളൂ. ശരിക്ക് ഈ കഴുകിയതൊക്കെ സവാബ് കിട്ടുന്ന രൂപത്തിൽ, വുളൂഇന് പൂർണ്ണത ലഭിക്കുന്ന രൂപത്തിലാകണമെങ്കിൽ അപ്പോഴൊക്കെ സുന്നത്ത് എന്ന നിയ്യത്ത് മനസ്സിൽ വേണം. പുതിയ മസല ഇന്ന് ഉണ്ടാക്കി വന്നിട്ടൊന്ന് അവതരിപ്പിക്കല്ല കേട്ടോ, കിതാബിൽ പണ്ടേ ഉള്ള മസലയാണ്. സുന്നത്ത് അവിടെ കരുതണം, അവിടെ സൂക്ഷിക്കണം. സുന്നത്തായ സംഗതികൾ ചെയ്യുമ്പോൾ സുന്നത്തായ നിയ്യത്ത് മനസ്സിൽ വേണം. അഊദും ബിസ്മിയും ദിക്റൊക്കെ ചൊല്ലിയിട്ടുള്ള വുളൂ കാണാൻ വലിയ പരല്ലേ. നിങ്ങളിവിടെ നിന്നിട്ട് വുളൂ എടുക്കുന്നവരൊക്കെ ഒന്ന് 10-15 മിനിറ്റ് നിന്ന് വീക്ഷിച്ചു നോക്കണ്ട്. ആകെ വുളൂഇന് ഏറ്റവും പ്രധാനമായും തുടക്കത്തിലും ഒടുക്കത്തിലുമാണ് ദിക്ർ. തുടക്കത്തിലും ഒടുക്കത്തിലുള്ള ദിക്ർ താമായി ചൊല്ലിയിട്ടുള്ള വുളൂ എത്ര എടുത്തുനിന്ന് ആലോചിച്ച് നോക്കി. അല്ല, നമുക്ക് അറിയാത്തതല്ലല്ലോ, അറിയുന്നതല്ലേ. ഇനിയും ഇത് ചെയ്യാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴാ? പഞ്ഞി വെച്ചിട്ടോ? വുളൂ എടുക്കുന്ന നിങ്ങളെല്ലാവർക്കും എല്ലാവരും വുളൂ എടുത്തല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാ നമ്മൾ വുളൂ ഒന്ന് ക്ലിയർ ആക്കി ചെയ്യാം. റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കുന്ന ആളാ. നിസ്കാരത്തിന്റെ മുഖദ്ദിമയായ ആമുഖമായിട്ടുള്ള വുളൂ അത് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. അതിൽ അപാകത വരരുത്. വുളൂ എത്ര ഭംഗിയാകുന്നുണ്ടോ അത്ര കണ്ട് നിനക്ക് നിസ്കാരത്തെ ഭംഗിയാക്കാൻ പറ്റും. വുളൂ അതിന്റെ മർമ്മാണ്. അങ്ങനെ തുടക്കത്തിലും ഒടുക്കത്തിലുള്ള ദിക്ർ ശ്രദ്ധിക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ മുഖം കഴുകുന്നതിനും കൈ കഴുകുന്നതിനും കാല് കഴുകുന്നതിനും ചെവി തടവുന്നതിനും തല തടവുന്നതിനും ഒക്കെ ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ കൂടി ചൊല്ലി പഠിപ്പിച്ചിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടാകണ്ട. എന്നാൽ ഒടുക്കത്തിലും തുടക്കത്തിലും ആ 2 ദിക്റെങ്കിലും നമ്മൾ പതിവാക്കണം.
അത് അതിന്റെ പൂർണ്ണതക്ക് ആവശ്യം തന്നെയാണ്. ഇനി കിട്ടാത്ത ആളുകൾ ചൊല്ലിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അത് ആ ചുമരിൽ തൂക്കിയിരിക്കുന്നത്. എല്ലാ പള്ളിയുടെ ചുമരിലും ഉണ്ട് അല്ലേ? നിങ്ങൾ ഏതെങ്കിലും പള്ളി ഇല്ലാത്തത് നോക്കിയിട്ട് ഒരു ഫോട്ടോ കോപ്പി അവിടെ കൊണ്ട് ഒട്ടിച്ചേക്കാം. അറിയാത്തവർക്കൊരു സഹായം എന്ന നിലക്കാണ് അത് അവിടെ തൂക്കിയിരിക്കുന്നത്, നോക്കി ചൊല്ലാൻ. പക്ഷെ ഞാൻ പറയുന്ന വിഷയം അവിടെ അല്ല. പഴയ കാലത്തെ ആളുകൾ നമ്മളെപ്പോലെ ഈ 10ാം ക്ലാസ്സും 15ാം ക്ലാസ്സും ഒന്നും പഠിക്കാത്ത ഓത്തുപള്ളിയിൽ മാത്രം പഠിച്ചിരുന്ന നമ്മളെ വല്യപ്പമാരും വല്യമ്മമാരും ഈ ദിക്റൊന്നും ചൊല്ലാതെ ഒറ്റ ഉളു അവിടെ എടുത്തിട്ടുണ്ടാവില്ല. നമ്മളും അവരും എവിടെ? ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ, അവരെക്കാളും ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടി ദുനിയാവില്. ഇനി ഇപ്പോഴും പലരുടെയും മനസ്സിൽ ദുനിയാവ് കിട്ടിയത് മതിയായിട്ടില്ല എന്നുള്ള ചിന്തയിൽ തന്നെയാണ്. മതിയായെന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മൾ കേട്ടില്ല. മതിയായിട്ടില്ല എന്നുള്ള ചിന്തയിൽ തന്നെ ഉള്ളത്. 4ാം തലമുറക്കുള്ള ജീവിക്കാനുള്ളത് അല്ലാഹു തആല കൊടുത്താലും ആളുകൾ പറയും കുറച്ചുകൂടി ആവശ്യമുണ്ട്. എന്നാൽ ഇതൊക്കെ ഒന്ന് നന്ദിയുടെ ഭാഗമായിട്ട് ഇതൊക്കെ ഒന്ന് ചൊല്ലണ്ടേ നമ്മള്? സ്വർഗത്തിൽ കടക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പ് നൽകിയ ഒരു ദിക്റാണ് ഉളൂവിന്റെ ശേഷം ചൊല്ലുന്ന 3 വട്ടം ചൊല്ലുന്ന ദിക്ർ. 2 കൈയും കണ്ണും മേൽപോട്ടുയർത്തി ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് ആ ചൊല്ലുന്ന ദിക്ർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ വജഅൽനി മിനൽ മുത്തത്വഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്ര ചെറിയ ദിക്റാണ്, ഈമാൻ കിട്ടി മരിക്കാൻ പറ്റുന്ന സന്തോഷമുള്ള ദിക്റാണത്. നമ്മൾ അതെങ്കിലും ആ 2 ദിക്റുകളെങ്കിലും പതിവാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഖം കഴുകുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടൊക്കെ പറയട്ടെ, മുഖത്തിന്റെ അതിർത്തി മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയല്ല് വരെ, ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയാണ് മുഖത്തിന്റെ അതിർത്തി പറയാറുള്ളത് അല്ലേ? തെറ്റിയിട്ട് നിങ്ങൾ പറയണ്ടോ? അതിർത്തി അങ്ങനെ പറയാറുള്ളത്. പക്ഷേ അതിർത്തിയിൽ നിന്ന് കുറച്ചുകൂടി മേൽപോട്ട് കഴുകണം. അതിർത്തി മുടി മുളക്കുന്ന സ്ഥലമാണെങ്കിലും കുറച്ചുകൂടി മേലൊന്ന് കഴുകണം. അങ്ങനെ കഴുകുമ്പോഴേ ഈ അതിർത്തിയുടെ ഭാഗം കഴുകി എന്ന് പറയുള്ളൂ. ചെവിയുടെ 2 കുറ്റിയുണ്ട് ഇവിടെ. കുറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല മോനെ? 2 കുറ്റി ഒന്ന് പിടിച്ചു, എല്ലാവരും ചെവിക്കുണ്ടാവും. ഈ 2 കുറ്റി നനയണം. അപ്പോഴേ ചെവിയുടെ ഈ ഭാഗം കഴുകി എന്ന് പറയാവൂ. വളരെ കൃത്യമായൊരു ശ്രദ്ധിക്കണം. ഉപ്പമാരോടൊക്കെ ഞാൻ പറയട്ടെ, നല്ല താടി, തിങ്ങിയ താടി വെക്കുകയാണെങ്കിൽ ഉളൂ ഏറെക്കുറെ ഉളൂവിന്റെ സ്ഥലം ചുരുങ്ങി കിട്ടും. കാരണം തിങ്ങിയ താടി കൈകൾ നിർബന്ധമല്ലല്ലോ. തിങ്ങിയ താടി തിക്കകറ്റിൽ സുന്നത്തല്ലേ ഉള്ളൂ. അതെ, തിങ്ങാത്ത താടി വെച്ചാൽ ഉള്ളിലേക്ക് ശരിക്ക് വെള്ളം റെഡിയായിട്ട് പമ്പ് ചെയ്ത് റെഡിയാക്കണം. അതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കണം കട്ടിമീശ വെക്കുന്ന ആളുകൾ. മീശ വെട്ടി ചെറുതാക്കുകയാണ് വേണ്ടത്. കട്ടിമീശയുടെ ഉള്ളിലേക്ക് ശരിക്ക് വെള്ളം ചേരണം. അല്ലാതെ ആ ഭാഗം കഴുകി എന്ന് പറയാൻ കഴിയൂല. അപ്പൊ താടി ക്ലീൻ ആക്കിയ ആളുകൾ ആ ഭാഗം മൊത്തം കഴുകണം. വെള്ളം ഇങ്ങനെ ചെറിയ രൂപത്തിൽ നിന്ന് ഇങ്ങനെ നനഞ്ഞാ പോരാ, വെള്ളം ഇങ്ങനെ ഒലിക്കണം. ഈ കണ്ട ഭാഗങ്ങളിലൂടെയൊക്കെ ഒലിക്കണം വെള്ളം. 3 പ്രാവശ്യം ഒരാൾ കഴുകി, 3 പ്രാവശ്യം ഒരാൾ കഴുകിയിട്ട് 3 പ്രാവശ്യം മൊത്തം കഴുകിയിട്ടാണ് നിർബന്ധത്തിന്റെ ഭാഗങ്ങളൊക്കെ വീടിയത് എങ്കിൽ സുന്നത്ത് അയാൾക്കില്ല. ഉണ്ടോ? സുന്നത്തില്ല. കാരണം സുന്നത്തായിട്ടുള്ള കഴുകൽ വേണമെങ്കിൽ നിർബന്ധത്തിന്റെ ഭാഗങ്ങളൊക്കെ 1ാമത്തെ രൂപത്തിൽ പൂർത്തിയായാൽ 2ഉം 3ഉം സുന്നത്ത് കിട്ടും. 1ാമത്തേൽ കഴുകി കുറഞ്ഞ ഭാഗം വിട്ടു, 2ാമത്തേൽ അത് പൂരിപ്പിച്ചു, 3ാമത്തേൽ ബാക്കിയും പൂരിപ്പിച്ചു. ഇപ്പൊ എന്തേ വീടിയിട്ടുള്ളൂ? ഫർളേ വീടിയിട്ടുള്ളൂ. ഫർള്, ആ മുഖം കഴുകി എന്നുള്ള ഫർള് കിട്ടി. ഫർളായ ഭാഗങ്ങൾ മൊത്തം കഴുകിയത് 2ാമത്തെ പ്രാവശ്യം കൊണ്ടാണ് കഴുകി വീടിയതെങ്കിൽ ഒരു സുന്നത്ത് കിട്ടും 3ാമത് കഴുകുമ്പോ. അപ്പൊ 1 കഴുകിയിട്ട് 2ഉം 3ഉം സുന്നത്താകണമെങ്കിൽ 1ാമത്തെ പ്രാവശ്യം കൊണ്ട് തന്നെ ഫർളിന്റെ ഭാഗങ്ങളൊക്കെ കഴുകലിൽ പൂർത്തിയാകണം. ഇപ്പൊ കൈ കഴുകുന്ന ഒരാള് ഇങ്ങനെ വെള്ളമെടുത്തിട്ട് ഈ മുട്ടിന്റെ കൈതാ മുട്ട് എല്ല് കാണുന്ന കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് മൊത്തം ഇങ്ങനെ നനച്ചു.
ശരിക്കും ഇങ്ങനെ ഒലിച്ചു. ഒന്നാം തവണ തന്നെ കൈയിന്റെ ആ ഭാഗങ്ങളൊക്കെ ക്ലിയറായി നനഞ്ഞു. എന്നാൽ രണ്ടിലും മൂന്നിലും സുന്നത്തായ കൈകൾ കിട്ടി. ഒരു വെള്ളെടുത്ത് ഇങ്ങനെ കഴുകി, അപ്പൊ ഇവിടെ നനഞ്ഞിട്ടില്ല. രണ്ടാമത്തേൽ കുറച്ച് ഇവിടെ നനഞ്ഞു, മൂന്നാമത്തേൽ ഇവിടെയും കുറച്ച് നനഞ്ഞു, റെഡിയായി. 3 കഴുകലും കൂടിയിട്ടാണ് ഫർളായ ഭാഗങ്ങൾ ഫുള്ളായത് എങ്കിൽ ഫർള് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ, സുന്നത്ത് ലഭിച്ചിട്ടില്ല. ഉളൂ പൂർണ്ണമാണോ എന്ന് വെച്ചാൽ പൂർണ്ണമല്ല. കാരണം സുന്നത്തില്ല, ഫർള് മാത്രമേ ഉള്ളൂ. അത് നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. മുടി തന്നെ തടവുന്ന ആളുകള് തലയുടെ പരിധി കടന്നിട്ട് തലയുടെ പരിധി വിട്ട രീതിയിലുള്ള മുടി, അത് മേൽപോട്ട് ഇങ്ങനെ വാർന്നു വെച്ച മുടിയാന്ന് കൂട്ടിക്കോളൂ. മുന്നിലേക്ക് വാരുമ്പോ തലയുടെ പരിധി വിട്ടിപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ആ മുടി, അതാണ് തടവുന്നത് എങ്കിൽ മതിയാകൂല. തലയിൽ ഉള്ള ഭാഗത്തുള്ള മുടിയാണ് തടവേണ്ടത്. ഉദാഹരണമായിട്ട് ഒരാളെ മുടി പെരടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്, ചെവിക്കുറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളം എടുത്തിട്ട് തലമുടി തടവാന്നല്ലേ പറഞ്ഞ്? തല തടവാന്നാ പറഞ്ഞത്. തലമുടി എന്നുള്ള ആൾക്ക് ഈ മുടിയൊക്കെ തലയിൽപ്പെട്ടതാ. ഈ പെരടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ മുടിയാണ് ഒരാൾ തടവിയതെങ്കിൽ തല തടവിയ കൂട്ടത്തിൽ പെടൂല. പരിധി വിട്ട മുടിയാണത്. അത് ശരിക്ക് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കാല് കഴുകുമ്പോ തന്നെ എത്രമാത്രം ശ്രദ്ധിക്കാനുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉളു എടുത്തെങ്കിലേ ഉളു കൃത്യമാവുകയുള്ളൂ. ഉളു റെഡിയായെങ്കിലേ ഈ പറയുന്ന നിസ്കാരം, റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കാൻ കഴിയൂ. എങ്ങനെങ്കിലും നിസ്കരിക്കാന്നല്ല അല്ലാഹു തആല പറഞ്ഞത്, അത് നന്ദിയായി കൂട്ടൂല. ഫസ്വല്ലി ലിറബ്ബിക്, നിന്റെ റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാര് പഠിപ്പിച്ചു, റബ്ബിന് വേണ്ടി എന്ന് പ്രത്യേകം പറഞ്ഞത്, ആ ലാമിട്ട് പറഞ്ഞതിൽ ഒരു പ്രത്യേകം പഠിക്കാനുണ്ട്. ഈ ലാം റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞത് കറൂഹിലിൽ ബദനി, ശരീരത്തിനുള്ള ആത്മാവ് പോലെയാണ്. ശരീരത്തിന് സഹോദരങ്ങളെ ജീവൻ ശരിയായ രൂപത്തിലുണ്ട് എന്ന് പറയുന്നത്, ആത്മാവ് പൂർണ്ണമായ രൂപത്തിൽ ശരീരത്തെ വിട്ടുപിരിയാതെ കാൽപാദം മുതൽ മൂർധാവ് വരെ, മൂർധാവ് മുതൽ കാൽപാദം വരെ ശരിയായ രൂപത്തിൽ അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് അതിന് നല്ല പ്രശംസയും നല്ല സന്തോഷവും ലഭിക്കുന്നത്. ആത്മാവ് പൂർണ്ണമായിട്ടുണ്ടാകുമ്പോ, അതേ സമയത്ത് ആത്മാവ് വേർപിരിഞ്ഞു പോയാൽ അതിനെ സംബന്ധിച്ച് ഡെഡ് ബോഡി എന്നാണ് പറയുക. അതേ ഒരു ഭാഗത്തുള്ള ആത്മാവ് പിരിഞ്ഞുപോയി, അവിടെ ചലനം ഇല്ല, അവിടെ അനക്കം ഇല്ല. റൂഹ് പിടിച്ചു തുടങ്ങുമ്പോൾ അങ്ങനെയല്ലേ, ഒരു ഭാഗത്ത് ചലനം മറ്റുപോയി, പിന്നെ നോക്കുമ്പോ അടുത്ത ഭാഗത്തും ചലനം മറ്റുപോയി. ചിലരുടേത് കണ്ടിട്ടില്ലേ നിങ്ങൾ, മണിക്കൂർ കണക്കിനുണ്ടാകാറുണ്ട്. ചിലരുടെ ആത്മാവിനെ പിടിക്കുന്നത് 1-2 ദിവസം കൂടുതൽ ഉണ്ടാകാറുണ്ട്. പെട്ടെന്ന് തന്നെ ആത്മാവിനെ പിടിക്കുന്ന സ്വഭാവവും ഉണ്ട്. ചില അവയവങ്ങൾക്കുള്ള ചലനശേഷി പൂർണ്ണമായും നശിച്ചുപോയി, തൊട്ടാൽ അറിയുന്നില്ല. അതേ ചൂട് വെപ്പിച്ചാലും അറിയുന്നില്ല, വേദനിപ്പിക്കുന്ന സ്വഭാവങ്ങൾ നൽകിയാലും അറിയുന്നില്ല. അതിന്റെ ആത്മാവ് വേർപിരിഞ്ഞു പോയി, അതിനൊരു ശക്തിയും ഇല്ല, ഒരു ജീവച്ചവം പോലെ കിടക്കുന്നു. കയ്യിനും കാലിനും ഒരു ശക്തിയും ഇല്ലാതെ കിടക്കുമ്പോ അങ്ങനെ പറയാറില്ലേ? അതുപോലെയാണ് ഈ നിസ്കാരത്തിലെ റുക്കൂഉം സുജൂദും, നിസ്കാരത്തിലുള്ള എല്ലാ ഇബാദത്തും റബ്ബിന് വേണ്ടിയുള്ളതായിട്ടില്ലെങ്കിൽ ആ നിസ്കാരവും അങ്ങനെ തന്നെ മൈത്തൻ മർമിയ, വലിച്ചെറിയപ്പെടുന്ന നിർജീവമായ നിസ്കാരമാകും. നിന്റെ നിസ്കാരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും റബ്ബിന് വേണ്ടിയുള്ളതാകണം, നല്ല ഭക്തിപൂർവമുള്ള നിസ്കാരമാകണം, ഇഖ്ലാസ് കൂടിയ നിസ്കാരമാകണം. ഇഖ്ലാസുള്ള നിസ്കാരമാണോ, ആ നിസ്കാരത്തിൽ അത്രയും സുന്നത്തുകൾ പാലിക്കണം, കറാഹത്തുകളൊക്കെ ഒഴിവാക്കണം. ഭക്തിപൂർവമുള്ള നിസ്കാരമാകണം. 2 നിലക്കുള്ള ഭക്തിയും നിസ്കാരത്തിൽ ഉണ്ടാകണം. ഖൽബിന് ഭക്തി ഉണ്ടാകണം, അവയവങ്ങൾക്കും ഭക്തി ഉണ്ടാകണം. നിസ്കാരത്തിൽ പ്രവേശിച്ച ശേഷം
നിന്റെ നോട്ടം നിയന്ത്രണ വിധേയമല്ലേ, നിന്റെ കൽബിന് ഖുശൂ ഇല്ല എന്നാണ് അതിന്റെ തെളിവ്. നിന്റെ കൈ വെക്കേണ്ടിടത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല, നിന്റെ കൈ പല ഭാഗത്തേക്കും പോകുന്നുണ്ട്, നിന്റെ കാല് പല ഭാഗത്തേക്കും പോകുന്നുണ്ട്, നിന്റെ നോട്ടം പല ഭാഗത്തേക്കും പോകുന്നുണ്ട്. ഇതൊക്കെ നിയന്ത്രണ വിധേയമാകണം. അവയവങ്ങൾക്ക് അപ്പോഴാണ് ഖുശൂ ഉള്ളത്. അവയവങ്ങൾക്ക് ഭക്തിയുണ്ടോ എന്നാ കൽബിനും ഭക്തിയുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ താടി പിടിച്ചിങ്ങനെ കളിക്കുന്ന, താടി പിടിച്ചിങ്ങനെ ശരിയാക്കുന്ന ഒരു സ്വഹാബിയെ കണ്ടു. കണ്ടപ്പോൾ തങ്ങൾ പറഞ്ഞു, ലൗ ഖശഅ ഖൽബു ഹാദാ ലഖശഅത് ജവാരിഹുഹു. ഇദ്ദേഹത്തിന്റെ മനസ്സിന് ഖുശൂ ഉണ്ടെങ്കിൽ, ഖൽബിന് ഭക്തിയുണ്ടെങ്കിൽ അവയവങ്ങൾക്കും ഭക്തിയുണ്ടാകുമായിരുന്നു. നിസ്കാരത്തിലല്ല തലയെക്കെട്ട് ശരിയാക്കേണ്ടത്, നിസ്കാരത്തിലല്ല താടി ശരിയാക്കേണ്ടത്. നിസ്കാരത്തിലാണോ ഷർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ചൊവ്വാക്കി നിൽക്കേണ്ടത്? തൊപ്പി റെഡിയായില്ല നിസ്കാരത്തിൽ. നിസ്കാരത്തിൽ ഇപ്പൊ ഫോൺ ശരിയാക്കുന്നവരെ നിസ്കാരത്തിനാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്തൊക്കെയാണ് ആൾക്കാരെ ഹാല്. ഫോണൊന്ന് ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ കീശയിട്ടല്ലേ, ശബ്ദിച്ചാൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഒന്ന് അവിടെ ആ സ്വിച്ചൊക്കെ അറിയാലോ, സ്വിച്ചുമേലൊന്നിങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതിയല്ലോ, സൗണ്ട് ഇല്ലാതെ. ഓഫാക്കൊന്നും വേണ്ട. ഓഫാക്കിയാൽ ആരെങ്കിലും നിസ്കാരത്തിന്റെ ഇടയിൽ മരിച്ചു പോയാലോ, മരിച്ചുപോയ അയാൾക്ക് ഹയാത്താകണമെങ്കിൽ ഫോൺ ഓൺ ആയിക്കണ്ടേ? എന്താ ഇവരൊക്കെ തിരക്ക്. ഫോൺ ഇങ്ങനെ നമ്പർ ഇങ്ങനെ അടിക്കന്നെ, അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കന്നെ ഒക്കെ. നിസ്കാരം റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരമാണ്, മറ്റു ശുഗലുകളിലേക്കൊന്നും പോകാൻ പാടില്ല. കറാഹത്തുകൾ ഒഴിവാക്കിയ നിസ്കാരമാകണം നമ്മുടെ നിസ്കാരം. നിസ്കരിക്കാൻ വരുന്ന ആളുകളൊക്കെ കഴിവിന്റെ പരമാവധി കറാഹത്തുകൾ ഒഴിവാക്കി നിസ്കരിക്കണം. വേഷവിധാനത്തിലുള്ള കറാഹത്തുകൾ ഒഴിവാക്കണം. കൈ ചുരുട്ടിക്കൂട്ടി വെച്ച് നിസ്കരിക്കാൻ പാടില്ല, കറാഹത്താണ്. കൈ ചുരുട്ടിക്കൂട്ടി വെച്ച് നിസ്കരിക്കാൻ പാടില്ല, കൈ നിവർത്തിയിടണം. പാന്റ് ചുരുട്ടിക്കൂട്ടി വെച്ച് നിസ്കരിക്കാൻ പാടില്ല, പാകത്തിലുള്ള പാന്റ് ധരിക്കണം. പാന്റ് മോശപ്പെട്ട വസ്ത്രധാരണമൊന്നല്ല, നല്ലതാണ്. നല്ല രൂപത്തിലാണെങ്കിൽ നല്ലതാണ്. അത് തുണിയും അങ്ങനെ തന്നെ, ഈ ധരിച്ചിരിക്കുന്നതൊക്കെ അങ്ങനെ തന്നെ. അതിൻ്റെയൊക്കെ അളവിലൊത്തതാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ എല്ലാം ഒരേപോലെ തന്നെ. പാന്റിനായിട്ട് കുറ്റം പറയില്ല, പാന്റ് നല്ല വസ്ത്രം തന്നെയാണ്, നല്ല രൂപത്തിലാണെങ്കിൽ. തുണി അങ്ങനെ തന്നെ, തുണി ഞെരിയാണിക്ക് താഴെ ഇറങ്ങാൻ പാടില്ല, പാന്റും ഇറങ്ങാൻ പാടില്ല. നിയമക്കെല്ലാത്തിനും ഒന്നും തന്നെയല്ലേ. കന്തൂറ ഇറങ്ങാൻ പാടില്ല, കന്തൂറ നെരി ഇറങ്ങാൻ പാടുണ്ടോ? പറ്റൂല. നെരിയാണിക്ക് താഴെ ഇറങ്ങാൻ പറ്റും നിസ്കാരക്കുപ്പായം, പെണ്ണുങ്ങളെ. അത് നല്ലോണം താഴോട്ട് ഇറങ്ങണം. അത് ഞെരിയാണിക്ക് മേലെയാക്കിയിട്ട് പൊക്കി പിടിക്കാൻ പറ്റൂല, അത് താഴോട്ട് ഇറങ്ങണം. കാല് കാണാത്ത വിധം താഴോട്ട് നല്ല വലുപ്പം വേണം നിസ്കാരക്കുപ്പായത്തിന്. നിസ്കാരക്കുപ്പായം ധരിച്ച് കഴുത്തിന്റെ ഭാഗത്ത് ഹോളുണ്ടാകാൻ പാടില്ല, അവിടെ ഇവിടെ ഓട്ട ഉണ്ടാക്കിയിട്ട് കാണാൻ പാടില്ല. കഴുത്തിന്റെ ഭാഗമൊക്കെ നല്ല മറയുന്ന, മക്കനെ ഇട്ടിട്ട് മുടിയൊന്നും പുറത്തേക്ക് കാണാത്ത രൂപത്തിൽ നല്ല ക്ലിയറായി കൃത്യമായി മറയുള്ള നിസ്കാരക്കുപ്പായത്തിന്റെ കൈ, അതിന്റെ കഫിന്റെ ഭാഗം സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു ഉയർത്തുമ്പോ തായോട്ട് കൊഴിഞ്ഞു ചാടാത്ത നല്ല ഫിറ്റായ കഫായിരിക്കണം. തായോട്ടെങ്ങാനും അത് താന്നു പോയിട്ട് ആ ഭാഗം എവിടെയെങ്കിലും ഒന്ന് വെളിവായാൽ നിസ്കാരം ബാത്തിലായി പോവും. നിസ്കാരക്കുപ്പായത്തിന്റെ കയ്യേ ഇപ്പൊ ഈ പുതിയ മോഡൽ വരുന്ന ഫർദന്റെ കയ്യോ പോലാകരുത്, ആ കയ്യോടെ ഫിറ്റാക്കി അടിച്ചു വെക്കണം. അതിപ്പോ ചില സഹോദരിമാർക്കൊരു പണിയുണ്ട്, തുടക്കത്തിലൊന്ന് ഫിറ്റാക്കിയിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ടൊന്നും ഇങ്ങനെ വെക്കും. ഒരു റക്കാത്ത് കഴിഞ്ഞാൽ പിന്നത് പോവും. ഉമ്മമാരെ അത് പടച്ചോനെ പറ്റിക്കുന്ന സ്വഭാവ. അത് ശരിയാകൂല, അത് കൃത്യമായിട്ട് അടിച്ചു വെക്കണം. അങ്ങനെ അടിച്ചത് വാങ്ങാൻ കിട്ടാണ്ട് അങ്ങനത്തെ വാങ്ങിക്കൊടുക്കണം. അങ്ങനെ വാങ്ങിട്ടല്ലേ, വാങ്ങിട്ടാണ്ട് നമ്മളൊക്കെ അങ്ങനത്തെ അല്ലേ വാങ്ങല്. ഇനി ഉമ്മമാർക്ക് അങ്ങ് ആർക്കെങ്കിലും അങ്ങനത്തെ കിട്ടാത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ നാളത്തെ പോയി വാങ്ങാൻ പറയണം ഭർത്താക്കന്മാരോട്. എന്നോട് പരാതി ഒന്നും പറയരുത്, ഉള്ള കാശെടുത്ത് നല്ലത് വാങ്ങിക്കൊടുക്കണം. നല്ലത് വാങ്ങിക്കൊടുക്കും. ഇപ്പൊ കണ്ടില്ല നിങ്ങൾ ഈ കൈ ഫിറ്റായത് കണ്ടില്ലേ, അത് കുടുക്കിട്ടിട്ട് ഇതേപോലെ നല്ല ഫിറ്റിൽ നിൽക്കണം. ഇത് ലൂസായിട്ട് തുടക്കത്തിൽ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ ഇങ്ങനെ ചുരുട്ടിയിട്ടൊന്നിങ്ങനെ ചുരുട്ടി വെക്കും. ചിലരൊന്നിങ്ങനെ മടക്കിയിട്ടൊന്ന് ടൈറ്റായി ചുരുട്ടി വെക്കും. ചിലർക്ക് 2 റക്കാത്ത് കഴിയുമ്പോൾ വരെ ഉണ്ടാവും, ചിലർക്ക് 1 റക്കാത്ത് കഴിയുമ്പോൾ തന്നെ പോവും. അപ്പൊ ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് അതിങ്ങനെ താഴോട്ട് ഇറങ്ങുകയാണ്. താഴോട്ട് ഇറങ്ങിയിട്ട് മറക്കേണ്ട ഭാഗം വെളിവായി പോയാൽ, അകർത്ത് വെളിവായാൽ നിസ്കാരം ശരിയാവോ?
മറക്കേണ്ട അവർത്തൊക്കെ മറക്കണ്ടേ? ചില ആളുകളുണ്ട് സുബ്ഹാനല്ലാഹ്, യാത്രയിലൊക്കെ കാണാൻ ചില ആളുകള് നിസ്കാരക്കുപ്പായം നിസ്കരിക്കാനുള്ള സ്ഥലത്ത് ഉണ്ടെങ്കിലും സഹോദരിമാർക്ക് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ സ്ഥലത്ത് ശരിക്കുള്ള നിസ്കാരക്കുപ്പായം ഉണ്ടെങ്കിലും അവരാ പർദ്ദ ധരിച്ച് നിസ്കരിക്കും. എന്നിട്ട് ആ പർദ്ദ ധരിച്ച് നിസ്കരിക്കുന്ന എന്താ ഇതിന്റെ കോലം എന്നറിയോ നിങ്ങള്? അവരെ സുജൂദിൽ ആ കാലും കാലിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ വെളിവാകാണ്. അത് കഴിഞ്ഞ ദിവസം യാത്രയിൽ ഒരു സഹോദരിയോട് പറഞ്ഞപ്പോ ആ സഹോദരി പറഞ്ഞു, സുജൂദിലല്ലേ, അത് സാരല്ല, നിൽക്കുമ്പോ വെളിവാകാൻ ഞാൻ മതിയെന്ന്. പിന്നെ നമ്മൾ എന്ത് മസാല അങ്ങോട്ട് ഓതി കൊടുക്കാനാ? ഉപായവും ന്യായം ഇങ്ങോട്ട് പറയണേ, പിന്നെ അങ്ങോട്ട് എന്ത് ഓതി കൊടുത്തിട്ട് എന്താ കാര്യം? സുജൂദിൽ വെളിവാകാൻ പറ്റുമോ? പറ്റൂല. സുജൂദിലും അത് മറക്കണ്ടേ? അപ്പൊ വേറെ ഒരു പെണ്ണിന് എന്താ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങള്? അത് ഇങ്ങനെ ഉടുക്കുന്നൊരു പാന്റ് ഉണ്ട്, അതിന്റെ പേര് നിനക്കറിയില്ല. ഒരു പാന്റ് പോലത്തെ ഒരു വസ്ത്രമല്ലേ, എന്താ അതിന് പറയാ? താഴോട്ടൊന്നും മേലോട്ട് പാന്റ്, പിന്നെ ഒരു സാധനം താഴോട്ടായിട്ട് ചുരിദാറാ, ചുരിദാർ. അതിട്ടിട്ടാണ് നിസ്കരിക്കാൻ പോയിട്ട്. അപ്പൊ ശരിക്കും അത് താഴെ ഞെരിയാണി വരെ ഉള്ളൂ ആ സാധനം ഈ ധരിച്ചത്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് തൽക്കാലം ഒരു ഷോക്സ് ധരിച്ചിട്ടുണ്ട്. ഷോക്സ് ധരിച്ച് നിസ്കരിക്കുന്നുണ്ട്. ഷോക്സ് കൊണ്ട് മറ കിട്ടിയിട്ടുണ്ടല്ലോ. ഷോക്സ് കൊണ്ട് മറ കിട്ടിയാലും മതി, കുഴപ്പമൊന്നുമില്ല, നല്ല മറയാണെങ്കിൽ. പക്ഷെ ഷോക്സ് ആ ഷൂവിന്റെ കൂടെ ധരിക്കുന്ന ഷോക്സാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ മുന്നില് കാലിന്റെ വിരലിന്റെ ഭാഗത്ത് മുഴുവനും കീറിയിട്ടുണ്ട്. കീറിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ആ കീറിയത് പറ്റും, അത് മുന്നിൽ ചെറിയൊരു കീറലല്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, മറക്കേണ്ട ഭാഗം നന്നായി മറക്കണം. തുണി ഉടുക്കുന്നവർ തുണി ശരിക്കും ഇങ്ങനെ നോക്കണം, എവിടെയെങ്കിലും ഓട്ടയുണ്ടോന്ന്. നിസ്കരിക്കാൻ വരുന്നോ നിങ്ങൾ എവിടെങ്കിലും കാണാൻ പറ്റുമോന്ന് നോക്കുമെന്ന് കരുതിയിട്ടല്ല. അതിന് മഹാന്മാര് പഠിപ്പിച്ച ഷർത്തുണ്ട്, ആ ഷർത്ത് നോക്കണം. ഈ ചെറിയ ഓട്ടയെ കൂടെ ഇപ്പൊ എന്റെ അവറത്തുമല്ലോ നോക്കി ആരെങ്കിലും കാണുമോ? അല്ല, ഇപ്പൊ അവിടെ നോക്കാൻ പറ്റിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ. അത് നോക്കിയിട്ടല്ല, ഞാരും ഇല്ലാത്ത സ്ഥലത്താണ് നിസ്കരിക്കുന്നെങ്കിലും ഷർത്ത് പാലിക്കണം. നന്നായിട്ട് അയച്ചിട്ട് നിസ്കരിക്കാൻ പറ്റൂല്ലല്ലോ. തുണി കൊടുക്കുമ്പോ നോക്കണം, പഴക്കമുള്ള തുണിയൊക്കെ എടുക്കുമ്പോ നോക്കണം എവിടെങ്കിലും കീറിയിട്ടുണ്ടോ, ഓട്ടുണ്ടോ എന്നൊക്കെ. ഓട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. ഓട്ടയില്ലാത്ത നല്ല കട്ടിയുള്ള തുണി ഇട്ട് നിസ്കരിക്കണം. തുണി നല്ല നല്ല വൃത്തിയിൽ എടുക്കണം. നിസ്കരിക്കുന്ന വസ്ത്രം നല്ല ശുദ്ധിയുള്ള വസ്ത്രമാകണം, വൃത്തിയുള്ള വസ്ത്രമാകണം. സഹോദരങ്ങളെ, കഴിവിന്റെ പരമാവധി നിസ്കാരത്തിന് ഖുശൂ കൂടുതലായി കിട്ടുന്ന നല്ല വസ്ത്രങ്ങൾ ധരിക്കണം. കള്ളി മുണ്ടെടുത്ത് നിസ്കരിക്കുന്നത് കഴിവിന്റെ പരമാവധി ഉപേക്ഷിക്കണം. വെള്ള വസ്ത്രം തന്നെ ധരിക്കലാണ് ഉത്തമം. നിസ്കരിക്കാൻ വെള്ളത്തുണി ഉടുക്കലാണ് ഏറ്റവും നല്ലത്. അതേ നിസ്കാരത്തിന്റെ മുന്നിൽ വിരിക്കുന്ന മുസല്ലയും ചിത്ര മുസല്ല ആകാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണം. പള്ളിയിലുള്ള കാർപ്പറ്റ് ഇനി മാറ്റുമ്പോ കാർപ്പറ്റിൽ ചിത്രമില്ലാത്ത നല്ല കാർപ്പറ്റ് കമ്മിറ്റിക്കാര് വാങ്ങണം. പഴയ കാർപ്പറ്റ് മേലേക്ക് ഇട്ടുകൊണ്ട് താഴെ ചിത്രങ്ങളൊന്നും ഇല്ലാത്ത നല്ല മുസല്ല വിരിക്കണം. അത് നിങ്ങളോട് മാത്രമല്ല എല്ലാവരോടും പറയാനുള്ളതാണ്. ചില ആൾക്കാർ പറയും, ഉസ്താദെ കാബന്റെ ഫോട്ടോ കാണുമ്പോ എനിക്ക് ഖുശൂ കൂടി വരും, മദീനന്റെ ഫോട്ടോ കാണുമ്പോ ഖുശൂ കൂടി വരും. ചുമരിന്റെ ഭാഗത്ത് ചിത്രങ്ങളുള്ളൊരു വിരിവിരിച്ചിട്ട് നിസ്കാരത്തിനത് ശല്യമാകുന്നുണ്ട്. ആയിഷ, ഇത് എടുത്തു മാറ്റണമെന്ന് നിർദ്ദേശിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. തങ്ങളെക്കാളും വലിയ ഖുശൂആണോ നിനക്ക്? ചിത്രങ്ങളൊന്നും ഇല്ലാത്ത നല്ല മുസല്ല നോക്കി വാങ്ങാൻ കിട്ടും. അങ്ങനത്തെ മുസല്ലയിലാണ് നിസ്കരിക്കേണ്ടത്. നിങ്ങൾ കണ്ടില്ലേ ഇമാമിന് വിരിച്ച മുസല്ല, നേരെ മുഅദ്ദിൻ ഉസ്താദിനും വിരിച്ച മുസല്ല കണ്ടില്ലേ? ചിത്രങ്ങളൊന്നും ഇല്ലാത്തത്. അത് മുഴുവനായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു. വീട്ടിൽ നിസ്കരിക്കുന്ന മുസല്ലയും അങ്ങനത്തെ മുസല്ലയാക്കി മാറ്റണം. നല്ല മുസല്ലയിൽ നിസ്കരിക്കണം, നല്ല രൂപത്തിൽ നല്ല ഭാവത്തിൽ നിസ്കരിക്കണം, ഖിബില ശരിയാക്കി രൂപത്തിൽ നിസ്കരിക്കണം. നിസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ കെട്ടിയ കൈ കെട്ടിയ ഭാഗത്ത് തന്നെ വെക്കണം. അതേ നോട്ടം സുജൂദിലേക്ക് കൃത്യമാകണം. വലത്തോട്ടും ഇടത്തോട്ടും ചിന്ത പോകാത്ത രൂപത്തിൽ
കൃത്യമായും സുജൂദിന്റെ മഹല്ലിലേക്ക് നോക്കണം. ഒരൊറ്റ സന്ദർഭത്തിലല്ലാത്ത സന്ദർഭത്തിൽ മുഴുവനും സുജൂദിന്റെ മഹല്ലിലേക്ക് തന്നെ നോക്കണം. സുജൂദ് ചെയ്യുന്ന സമയത്ത് പോലും നീ കണ്ണ് തുറക്കണം, കണ്ണ് ചിമ്മരുത്, കണ്ണ് തുറക്കണം. എന്നാലേ കണ്ണിന്റെ സുജൂദാകൂ. നിന്റെ രണ്ട് കണ്ണുകളും സുജൂദ് ചെയ്യണ്ടേ? അവയവങ്ങളൊക്കെ റബ്ബിന് സുജൂദ് ചെയ്യുമ്പോ കണ്ണിനും സുജൂദ് വേണം. അതിന് കണ്ണ് തുറക്കണം, കണ്ണ് പൂട്ടരുത്. അതേ സമയത്ത് സഹോദരങ്ങളെ, മുന്നിൽ ചിത്രങ്ങളുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ വല്ല ചിന്തയും അങ്ങോട്ടും ഇങ്ങോട്ടും വരുമെങ്കിൽ കണ്ണ് ചിമ്മിക്കൊണ്ട് നിസ്കരിക്കുന്നതിന് തകരാറൊന്നുമില്ല. അങ്ങനെ നിസ്കാരത്തിന് സൗകര്യം കിട്ടിയത് എങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനേക്കാളും സുജൂദിന്റെ മഹല്ലിലേക്ക് നോക്കിയിട്ട്, സുജൂദ് ചെയ്യുന്ന സ്ഥലം വലിയ ശ്രേഷ്ഠതയുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് അങ്ങനെ തന്നെ നോക്കിയിട്ട് ആ മഹല്ലിലേക്ക് തന്നെ നോക്കണം. കൈ ഉയർത്തിയിട്ട്, കൈവിരൽ ഉയർത്തിയിട്ട് അത് താഴ്ത്തുന്ന ഘട്ടം വരെ. എപ്പോഴാണത് താഴ്ത്തേണ്ടത്? ഒന്നിങ്ങനെ ഉയർത്തിയിട്ട് ഉടനെ താഴ്ത്താമോ? ഇല്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാര് പഠിപ്പിച്ചില്ലേ, കൈവിരൽ ഉയർത്തലും അതിന്റെ നോട്ടവും ലാസ്റ്റ് സമയം വരെ നിലനിർത്തേണ്ടതുണ്ട്. ഇല്ലല്ലാഹ് പറയുമ്പോൾ മാത്രം നോക്കിയാൽ പോരാ, അവസാന സമയം വരെ ആ വിരലിലേക്ക് തന്നെ നോക്കണം. ഉയർത്തുന്നതിന്റെ മുമ്പോ സുജൂദിന്റെ മഹല്ലിലേക്ക് നോക്കണം, ഉയർത്തിയ ശേഷമോ കൈവിരലിലേക്ക് നോക്കണം. അത് ലാസ്റ്റ് സമയം വരെ അങ്ങനെ തന്നെ വേണം. മുന്നിൽ നിസ്കരിക്കുന്ന ഒരാളെ നിസ്കാരത്തിലേക്കല്ല നിന്റെ നോട്ടം ഉണ്ടാകേണ്ടത്. മുന്നിൽ ചെയ്യുന്ന ഒരാളെ പ്രവർത്തനം നോക്കിയല്ല നിൽക്കേണ്ടത്. മുകളിലേക്കും സൈഡിലേക്കും മറ്റുമൊന്നും നോക്കിയല്ല നിൽക്കേണ്ടത്. തലയൊന്ന് ഉയർത്തിയിട്ട് നിസ്കാരത്തിൽ മേൽപോട്ട് നോക്കിയപ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് വളരെ കർശനമായി പറഞ്ഞു, മാ ബാലു അഖ്വാമിൻ യർഫഊന അബ്സാറഹും ഇലസ്സമാ. എന്താണ് ചില ആളുകളുടെ അവസ്ഥ? അവരുടെ കണ്ണുകൾ നിസ്കാരത്തിൽ മേൽപോട്ട് അവർ ഉയർത്തുന്നു. ലയന്തഹുന്ന അൻദാലിക, ആ പണി അവർ നിർത്തിക്കോളണം. ഔല തുഖ്തഫുന്ന അബ്സാറുഹും, അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ പിഴുതെടുക്കപ്പെടണം, അവരുടെ കണ്ണുകൾ റാഞ്ചിയെടുക്കപ്പെട്ടു പോകണം എന്ന രൂപത്തിൽ കർശനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നിസ്കാരത്തിൽ നോട്ടം കൃത്യമാകണം. വെക്കുന്ന ഓരോ ഭാഗത്തുമുള്ള വിഷയങ്ങൾ എവിടെയാണോ കൈവെക്കേണ്ടത്, കാൽ വെക്കേണ്ടത്, അവിടെ തന്നെ ഉറപ്പിച്ചു നിർത്തണം. അത് കൈയിന്റെ അവയവങ്ങളുടെ ഖുശൂ ആണ്, ഭക്തിയാണ്. അത് അതേ രൂപത്തിൽ തന്നെ നിലനിർത്തണം. അങ്ങനെ തന്നെ റുക്കൂഇലും സുജൂദിലും തഹിയ്യാത്തിലും ഓരോ ഭാഗത്തും അവയവങ്ങൾ വെക്കേണ്ടടുത്ത് ക്രമീകരിച്ചു വെക്കണം. സഹോദരങ്ങളെ, അങ്ങനെ ഖുശൂഓടുകൂടെ ഇഖ്ലാസോടുകൂടെയുള്ള നിസ്കാരം, അതാണ് റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം. ഫസല്ലി ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കണം. നിസ്കാരം റബ്ബിന് വേണ്ടിയുള്ളതാകണം. കഴിവിന്റെ പരമാവധി ആ നിസ്കാരം അങ്ങനെയാകാൻ ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതിന്റെ പുറമേ തുമഇനീനത്താണ്. അതേ, ഒതുക്കം സ്വീകരിക്കണം, അച്ചടക്കം സ്വീകരിക്കണം, നല്ല ശാന്തതയോടെ നിസ്കരിക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് വരുന്നൊരു സ്വഹാബിയെ രണ്ടാമതും വിളിച്ചിട്ട് തങ്ങൾ പറഞ്ഞു, നീ പോയി നിസ്കരിക്കണം. നേരത്തെ നിസ്കരിച്ച നിസ്കാരമായിട്ടില്ല. രണ്ടാമത് നിസ്കരിച്ചു വന്നപ്പോ പിന്നെയും മടക്കി വിട്ടു. ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, പോയി നിസ്കരിച്ച് നിസ്കാരമായിട്ടില്ല. മൂന്നാമത്തെ തവണയോ നാലാമത്തെ തവണയോ മടക്കി വിടാൻ ശ്രമിക്കുന്ന സമയത്ത് ആ സ്വഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെ നിസ്കരിക്കാനേ അറിയുള്ളൂ. ഇനി 10 തവണ തങ്ങൾ നിസ്കരിപ്പിച്ചാലും ഈ നിസ്കാരം എനിക്കറിയുള്ളൂ. അപ്പൊ തങ്ങൾ നിസ്കാരത്തിന്റെ തുടക്കം മുതൽ പറഞ്ഞു കൊടുത്തു. കാര്യമായിട്ടും തങ്ങൾ 4 സ്ഥലങ്ങൾ ഊന്നി പറഞ്ഞു. നമ്മുടെ നിസ്കാരത്തിലും അത് ശ്രദ്ധിക്കണം. ചില ആൾക്കാരൊക്കെ ചില കർമ്മങ്ങൾ ചെയ്യുന്നത് കണ്ടാല് അവരത് ചെയ്തോന്ന് ചോദിച്ചാ കണ്ട മാത്രയിൽ ചെയ്തു എന്നും പറയാ, സംഗതി റെഡിയാത്തോണ്ട് ചെയ്തിട്ടില്ല എന്നും പറയാം. നീ കൈകെട്ടി ഫാത്തിഹ ഓതി, പിന്നെ നിനക്ക് കിട്ടുന്ന ഖുർആനിൽ നിന്ന് എളുപ്പമാകുന്നത് ഓതിയതിന്റെ ശേഷം നീ റുക്കൂഅ് ചെയ്യണം. റുക്കൂഅ് ചെയ്യണം എന്ന് പറഞ്ഞെടുത്ത് തങ്ങൾ പറഞ്ഞു, ഹത്താ തത്മഇന്ന ഫീഹി റാക്കിഅൻ, റുക്കൂഇൽ അങ്ങനെ അടങ്ങി ഒതുങ്ങി താമസിക്കണം. അതിനാണ് ഒരു 3 സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് ചൊല്ലണം എന്ന് പറഞ്ഞത്.
ഇതൊരൊറ്റ സുബ്ഹാന റബ്ബിയൽ അലീം എന്തുകൂടി ചൊല്ലാൻ നേരല്ല. തല അങ്ങോട്ട് കൊണ്ടുപോയോ എന്ന് വെച്ചാൽ കൊണ്ടുപോയി, ഉയർത്തിയോ എന്ന് വെച്ചാൽ ഉയർത്തി. ഒരു ആക്ഷനാണ്. ചില ആളുകൾക്കൊക്കെ ഒരു എക്സസൈസ് ആണ് നിസ്കാരം. നിസ്കാരം ഒരു ഇബാദത്താണ്. അതിന്റെ കൂടെ പലതും കിട്ടും, അതുറപ്പാണ്. പക്ഷെ അതിന്റെ മുഖ്യമായ സംഗതി ഇബാദത്താണ്. റുക്കൂഇൽ തുമഇനീനത്ത് വേണം. റുക്കൂ കഴിഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു, പിന്നെ നീ തലപൊക്കി നിൽക്കണം. തല ഉയർത്തിയിട്ട് അവിടെയും ഹത്താ തത്മഇന്ന ഫീഹി ഖായിമാ, ആ നൃത്തത്തിലും നേരെ ചൊവ്വേ അടങ്ങി താമസിക്കണം. അവിടെയും ചൊല്ലേണ്ട ദിക്ർ പൂർണ്ണമായി ചൊല്ലണം. പിന്നെ നീ സുജൂദ് ചെയ്യണം. സുജൂദിലും മടങ്ങി താമസിക്കണം. അവിടെയും 3 തസ്ബീഹുണ്ട്. സുജൂദ് കഴിഞ്ഞിട്ട് പിന്നെ നീ ഒരു ഇരുത്തം ഇരിക്കണം. സഹോദരങ്ങളെ, ഈ ഇരുത്തൊക്കെ ഇരിക്കുന്ന ചില ആൾക്കാരെ കണ്ടങ്ങൾ സുജൂദിൽ ലക്ഷ്യ സുബ്ഹാന റബ്ബിയൽ അലീം ചൊല്ലും, അലാ ബിഹംദിന്ന് ചൊല്ലും, എന്നിട്ട് ഒരു തസ്ബീഹെങ്കിലും ചൊല്ലും. ഈ വന്ന ഇരുത്തത്തിലേക്കൊന്നിങ്ങനെ ഒന്ന് ഇരുന്ന് റെഡിയാകാനായിട്ടുണ്ടാകില്ല, അപ്പോഴേക്ക് പോയി, അപ്പോഴേക്ക് താഴോട്ട് പോയി. ചില ആൾക്കാർ അങ്ങനെ പോയി ശീലിച്ചത് കൊണ്ട് എന്താ സംഭവിക്കുന്ന നിങ്ങള്, അവർ സുജൂദിന്ന് എണീറ്റ ഉടനെയാണ് ഇമാം അങ്ങോട്ട് പോയതെങ്കിൽ, ഇമാം കുറച്ചുകൂടി മുമ്പ് എണീറ്റിട്ടുണ്ട്, അങ്ങോട്ട് പോയതെങ്കിൽ അവർ എണീക്കാൻ ഒതുക്കല്ല, അപ്പോത്തിന് അങ്ങോട്ട് പോയി, അപ്പോഴേക്ക് പോയി. അപ്പൊ ഈ ഇടയിലെ ഇരുത്തത്തിലെ തുമഇനീനത്ത് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. തുമഇനീനത്ത് ഈ പറയുന്ന ഫർളുകളിലൊക്കെ ഫർളാണ്, നിർബന്ധാണ്. അതില്ലെങ്കിൽ അതൊന്നും ഫർളായി പരിഗണിക്കൂല. 4 സ്ഥലം, 5ാമത്തെ സ്ഥലം രണ്ടാമതും നീ സുജൂദ് ചെയ്യണം. സുജൂദിൽ അടങ്ങി ഒതുങ്ങി താമസിക്കണം. ഈ സംഗതികൾ ഇല്ലാത്തത് കൊണ്ടാണ് ആ സ്വഹാബിയോട് നീ നിസ്കരിച്ച നിസ്കാരം നിസ്കാരമായിട്ടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോ ഒരാളോട് ഇത് പറഞ്ഞാൽ കേൾക്കൂല. ഒന്ന് മൊബൈൽ ഇങ്ങനെ പകർത്തിയാൽ മതി ആളെ നിസ്കാരം, എന്നിട്ട് കാണിച്ചു കൊടുത്താൽ മതി, ഇതാ നോക്ക് നിന്റെ സുജൂദ്, നിന്റെ റുക്കൂഴ്, നിന്റെ ഇത്തിദാല്. അല്ലാതെ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കൂലല്ലോ. ഞാൻ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് തോന്നിയാന്ന് പറയും. അങ്ങനെയല്ലേ പറയാ. സഹോദരങ്ങളെ, നിസ്കാരം റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരമാകണം. മുനാഫിക്കുകളുടെ നിസ്കാരം പോലെ കാണിക്കാൻ വേണ്ടിയുള്ള നിസ്കാരമാകരുത്. റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരമാണ് ശുക്ർ എന്ന് പറയുന്നത്. ഒരു 4 റക്അത്ത് ഇങ്ങനെ കുത്തിമറിയാനാകരുത്, അല്ലേ? ആളുകളെ നിസ്കാരത്തിന്റെ ഭക്തി മനസ്സിലാകാൻ എപ്പോഴാണെന്നറിയോ? തറാവീഹ് വരുമ്പോഴാണ്. അപ്പോഴാ മനസ്സിലാകാം. തറാവീഹ് വരുമ്പോഴാണ്. തറാവീഹ് വരുമ്പോ 1 നോമ്പ് 2 നോമ്പ് കഴിഞ്ഞ ഒരു അന്വേഷണം. അല്ല, നമ്മളെ മറ്റേ പള്ളിയിൽ എപ്പോഴാ തറാവീഹ് തീർന്ന്? മറ്റേ പള്ളിയിലോ 8:30 തറാവീഹ് തുടങ്ങി 9:20 തീരും. സുബ്ഹാന മഞ്ചല്ല, 9:20 തീരുമോ? നാളെ മുതൽ റമളാൻ 30 വരെ ഞാൻ അവിടെ. എന്നിട്ട് ഇവനെന്താ പണി? 9:20 കഴിഞ്ഞിട്ട് പിന്നെന്താ പണി? 11 റക്അത്ത് വിത്രിസ്കരിക്കാനാ? നിസ്കാരത്തിന് നല്ല ഭക്തിപൂർവം നിസ്കരിക്കണം. സമയം 2 മിനിറ്റ് കൂടുതൽ എടുത്താലും നിസ്കാരം സാവകാശം നിർവഹിക്കേണ്ട ഒരു അമലാണ്. അതിന്റെ ഷർത്തുകൾ മുഴുവനായും അതിലൊക്കണം, ഫർളുകൾ മുഴുവനും ഒക്കണം, സുന്നത്തുകളൊക്കെ ഒക്കണം. നല്ല നശാത്തോടുകൂടെ ഭക്തിയോടെ നിസ്കരിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം സമയം ചെലവഴിച്ചത് നിസ്കാരത്തിലാണ്. നിസ്കാരത്തിന്റെ റുക്കൂയിൽ തന്നെ 5 ജുസ് ഒരുമിച്ചൊരു റക്അത്തിൽ തങ്ങൾ ഓതിയിട്ടില്ലേ സഹോദരങ്ങളെ? സൂറത്തുൽ ബഖറ ഓതി, ആലു ഇമ്രാൻ സൂറത്ത് ഓതി, സൂറത്തുൻ നിസാഉം ഓതി. മൊത്തം കൂട്ടി നോക്കൂ, 5 ജുസും ചില്ലറയുമുണ്ട്. ഇതൊക്കെ ഒറ്റ റക്അത്തിലാണ് തങ്ങൾ ഓതുന്നത്. സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തിൽ ഇത്രയും അധികം നേരം കളഞ്ഞ് നിസ്കരിച്ച ഒരു അമല്, ഇതുപോലെ നേരം ചെലവഴിച്ച് നിസ്കരിച്ചൊരു നിസ്കാരം വേറെ നമുക്ക് കാണാൻ കഴിയില്ല. ചന്ദ്രഗ്രഹണ നിസ്കാരവും സൂര്യഗ്രഹണ നിസ്കാരവും ഒക്കെ മദീന പള്ളിയിൽ നടന്നപ്പോ അതിന് 4 മണിക്കൂർ, 3 മണിക്കൂർ, 5 മണിക്കൂറൊക്കെ സമയം പിടിച്ചതുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങളാണ്, ഫർള് നിസ്കാരങ്ങളല്ല. അതേ സമയത്ത് മദീന പള്ളിയിൽ ഫർള് നിസ്കരിക്കുമ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു സഹാബത്തിനോട്, നിങ്ങളെ റുക്കൂഅ് നന്നാക്കണം കേട്ടോ, നിങ്ങളെ സുജൂദ് നന്നാക്കണം കേട്ടോ.
ഇന്നി ലഅറാകും മിൻ വറാഇ ളഹരി, എന്റെ പിറകിലൂടെ നിങ്ങളെ ഞാൻ കാണുന്നുണ്ട്. മുന്നിലേക്കാണ് ഞാൻ നിൽക്കുന്നതെങ്കിലും എന്റെ പിറകിലൂടെ നിങ്ങളെ റുകൂഅ് ഞാൻ കാണുന്നുണ്ട്, നിങ്ങളെ സുജൂദ് ഞാൻ കാണുന്നുണ്ട്. സുജൂദും റുകൂഉം പൂർത്തിയാക്കാത്ത നിസ്കാരമാകരുത്. മറ്റൊരു ദിവസം തങ്ങൾ പറഞ്ഞു, ഇന്നി ലഅറാ ഖുശൂഅ ഖുലൂബിക്കും, നിങ്ങളെ ഖൽബിന്റെ ഭക്തി ഞാൻ കാണുന്നുണ്ട്. നല്ല ഭക്തിയോടെ നിസ്കരിക്കണം, നല്ല ചിന്തയോടെ നിസ്കരിക്കണം. സുന്നത്തുകളൊക്കെ പാലിച്ചുള്ള നിസ്കാരമാകണം നമ്മുടെ നിസ്കാരം. സഹോദരങ്ങളെ, ഫർള് നിസ്കാരങ്ങളുടെ എല്ലാ ഫർള് നിസ്കാരങ്ങളുടെയും ആദ്യത്തെ 2 റക്അത്തില് ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ സൂറത്ത് ഓതല് സുന്നത്തുണ്ട്. ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ഇമാമ് സൂറത്ത് ഓതുമല്ലോ, മഅ്മൂമിന് സൂറത്ത് ഓതലപ്പ സുന്നത്തില്ല. അതേ സമയത്ത് ഒറ്റക്ക് നിസ്കരിക്കുന്നതാണോ ളുഹ്റ്, ഫാത്തിഹ ഓതിയിട്ട് റുകൂഇൽ പോകരുത്. ഒരു ചെറിയ സൂറത്ത് നിനക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു സൂറത്ത്, അത് സൂറത്തുൽ കൗസർ ആണെങ്കിലും ശരി, ഒന്ന് ഓതിയേക്കണം. 2ാമത്തെ റക്അത്തിലും അതുപോലെ ഒരു സൂറത്ത് ഓതിയേക്കണം. അസ്റിനും അങ്ങനെ തന്നെ ആദ്യത്തെ 2 റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതണം. മഗ്രിബിലും അങ്ങനെ തന്നെ, ഇശായിലും അങ്ങനെ തന്നെ, സുബഹിക്കും അങ്ങനെ തന്നെ. വീട്ടിൽ വെച്ച് ഒറ്റക്ക് നിസ്കരിക്കുന്ന ആള് മഗ്രിബിലും ഇശായിലും സുബഹിയിലും ആദ്യത്തെ 2 റക്അത്തുകൾ ഉറക്കയോതി നിസ്കരിക്കണം. അതാണ് സുന്നത്ത്. ഉറക്കയോതി നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും പതുക്കയോതുന്നത് കറാഹത്താണ്. ഉറക്കയോതി നിസ്കരിക്കേണ്ട ആദ്യത്തെ 2 റക്അത്ത് മഗ്രിബ്, ഇശാ ജമാഅത്തിലായിട്ടല്ല, ഒറ്റക്ക് നിസ്കരിക്കുമ്പോ തന്നെ സുബ്ഹി, അത് ഉറക്കയോതി നിസ്കരിക്കണം. അതാണ് അതിന്റെ സുന്നത്ത്. പുരുഷന്മാരാകുമ്പോ കുറച്ച് ഉറക്കയോതാ, പെണ്ണുങ്ങളാകുമ്പോ അത്ര ഉറക്കയോതാൻ പാടില്ല, എന്നാലും ചെറിയൊരു ശബ്ദം കൂട്ടിയിട്ട് ഓതണം. ആ രൂപത്തിൽ നിസ്കാരം നിർവഹിക്കണം. ഞാൻ അതിന്റെ മുഴുവനായും വിഷയം പറയില്ല. റബ്ബിക്ക എന്ന വിഷയം പറഞ്ഞപ്പോ ഇമാം റാസി റളിയല്ലാഹു അൻഹു പ്രത്യേകം ഈ പോയിന്റ് എടുത്തു പറഞ്ഞു. റബ്ബിക്ക, റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞത് സാധാരണ രൂപത്തിലുള്ള അമലായി കാണരുത്. ബലിദാനം നിർവഹിക്കേണ്ടതും റബ്ബിന് വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇഖ്ലാസിന്റെ മാർഗത്തിലാകണം രണ്ടും നിർവഹിക്കേണ്ടത്.